വാൻഖഡെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് T20 ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ ആവേശ പോരാട്ടത്തിനായിരുന്നു. ഇംഗ്ലണ്ടിനെ 7 റൺസിന് തകർത്ത് ടീം ഇന്ത്യ ലോകകപ്പിന്റെ കലാശ പോരാട്ടത്തിന് അർഹരായിരിക്കുകയാണ്. ഈ വിജയത്തിന് ഒരു നായകനേ ഉള്ളൂ, മലയാളി താരം സഞ്ജു സാംസൺ. സെമി ഫൈനൽ എന്ന വലിയ വേദിയിൽ ഇംഗ്ലീഷ് ബൗളർമാരെ മുട്ടുകുത്തിക്കുന്ന പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. വെറും 42 പന്തിൽ നിന്ന് 89 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. ഇതിൽ 7 കൂറ്റൻ സിക്സറും 8 ഫോറുകളും ഉൾപ്പെടുന്നു. T20 ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോറായ വിരാട് കോഹ്ലിയുടെ റെക്കോർഡിനൊപ്പം എത്താനും സഞ്ജുവിനായി. സഞ്ജുവിന്റെ തകർപ്പൻ ഇന്നിംഗ്സിന്റെ കരുത്തിൽ ഇന്ത്യ 20 ഓവറിൽ 253 റൺസിൽ 7 വിക്കറ്റ് എന്ന വമ്പൻ സ്കോർ പടുത്തുയർത്തി. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് മികച്ച പോരാട്ടം നടത്തിയെങ്കിലും ജസ്പ്രീത് ബുംറയുടെ ഡെത്ത് ഓവർ ബൗളിംഗിന് മുന്നിൽ അവർക്ക് മറുപടി ഉണ്ടായില്ല. മത്സരശേഷം തനിക്ക് ലഭിച്ച മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ബുംറയ്ക്ക് കൈമാറിക്കൊണ്ട് സഞ്ജു ഒരിക്കൽ കൂടി ആരാധകരുടെ ഹൃദയം കവർന്നു. ഈ അവാർഡ് ശരിക്കും അർഹിക്കുന്നത് ബുംറയാണ് എന്നായിരുന്നു സഞ്ജുവിന്റെ വാക്കുകൾ. ഇനി ലോകം കാത്തിരിക്കുന്നത് അഹമ്മദാബാദിലെ പോരാട്ടത്തിനാണ്. വരുന്ന ഞായറാഴ്ച, അതായത് മാർച്ച് 8-ന് രാത്രി 7 മണിക്ക് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടും. 2024-ന് ശേഷം വീണ്ടും ഒരു ലോക കിരീടം ഇന്ത്യയിലേക്ക് എത്തുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം.